എറണാകുളം കായംകുളം പാസഞ്ചർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പാസഞ്ചർ ട്രെയിനുകളിലെ തിരക്കിന് അടിയന്തര പരിഹാരം കാണണമെന്ന് കെ.സി. വേണുഗോപാൽ എം.പി. ഈ ആവശ്യമുന്നയിച്ച് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്ത് നൽകിയതായും എം.പി. അറിയിച്ചു. റദ്ദാക്കിയ ട്രെയിനുകൾ പുനഃസ്ഥാപിക്കണമെന്നും എം.പി. ആവശ്യപ്പെട്ടു. എറണാകുളം കായംകുളം പാസഞ്ചർ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ പാസഞ്ചർ ട്രെയിനുകളിലെ തിരക്കിന് അടിയന്തര പരിഹാരം കാണണമെന്ന് കെ.സി. വേണുഗോപാൽ എം.പി. ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്തു നൽകിയതായും എം.പി. അറിയിച്ചു. എറണാകുളം കായംകുളം ഉൾപ്പെടെയുള്ള പാസഞ്ചർ ട്രെയിനുകളുടെ കോച്ചുകൾ അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്ക് അയച്ചിരിക്കുകയാണ്. പകരം ജനശതാബ്ദി എക്സ്പ്രസിലെ കോച്ചുകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇവ പതിവ് യാത്രക്കാരെ ഉൾക്കൊള്ളാൻ പര്യാപ്തമല്ലെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. എറണാകുളം, പാലക്കാട് തുടങ്ങിയ പ്രധാന സ്റ്റേഷനുകളിലെ വികസന പ്രവർത്തനങ്ങൾ നിരവധി ട്രെയിനുകളുടെ ഷെഡ്യൂളുകളിൽ കാര്യമായ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ചില ട്രെയിനുകൾ ഇപ്പോൾ അവയുടെ യഥാർത്ഥ സ്റ്റോപ്പുകൾക്ക് പകരം തൃശൂരിൽ അവസാനിക്കുന്നതും യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ഈ പ്രശ്നങ്ങൾ ഓഫീസ് ജീവനക്കാരും വിദ്യാർത്ഥികളും മറ്റു തൊഴിലാളികളും അടക്കമുള്ള സ്ഥിരം യാത്രക്കാരെ ഏറെ വലച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ റദ്ദാക്കിയ പാസഞ്ചർ ട്രെയിൻ സർവീസുകൾ അവയുടെ യഥാർത്ഥ റൂട്ടുകളിലേക്ക് പുനഃസ്ഥാപിക്കണമെന്നും എം.പി. ആവശ്യപ്പെട്ടു. അറ്റകുറ്റപ്പണികൾക്കായി അയച്ചിരിക്കുന്ന കോച്ചുകൾ എത്രയും വേഗം തിരിച്ചെത്തിക്കുകയോ അല്ലെങ്കിൽ സമാന രീതിയിലുള്ള കോച്ചുകൾ നൽകി ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കുകയോ ചെയ്യണമെന്നും മന്ത്രിക്ക് നൽകിയ കത്തിൽ എം.പി. ആവശ്യപ്പെട്ടു. പാസഞ്ചർ ട്രെയിനുകളെ എക്സ്പ്രസ് സർവീസുകളാക്കി മാറ്റിയ നടപടി പുനഃപരിശോധിക്കണമെന്നും കെ.സി. വേണുഗോപാൽ എം.പി. പറഞ്ഞു. ബദൽ ട്രെയിനുകൾ അനുവദിക്കുകയും വേണം. തിരക്കേറിയ സമയങ്ങളിൽ കൂടുതൽ പാസഞ്ചർ ട്രെയിൻ സർവീസുകൾ ആരംഭിക്കണമെന്നും എം.പി. ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുരക്ഷിതവും സൗകര്യപ്രദവുമായ യാത്ര ഉറപ്പുവരുത്താൻ ട്രെയിൻ സൗകര്യങ്ങളുടെ പതിവ് നിരീക്ഷണം ഉറപ്പാക്കാനും അറ്റകുറ്റപ്പണിയും നടത്താനും റെയിൽവേ മന്ത്രാലയം നടപടി സ്വീകരിക്കണമെന്നും എം.പി. പറഞ്ഞു. സി.ഡി നെറ്റ് ന്യൂസ്, കായംകുളം.